ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഹൽദിക്ക് പോയാലോ? നീസിൻ്റെ കല്യാണമാണ് വരുന്നത്. അപ്പോൾ ഹൽദി ഉണ്ട്. അപ്പോൾ ഹൽദിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു നോ മേക്കപ്പ് ലുക്ക് ചെയ്താലോ? ഫസ്റ്റ് സ്കിന്നൊന്ന് പ്രിപ്പ് ചെയ്യണേ. ടോണറും മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ആദ്യം. ഇത് അക്വാളജിക്കയുടെ SPF 50 സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇതെനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു വൈറ്റ് കാസ്റ്റ് ഒന്നും തന്നെ ഇല്ലാത്തൊരു സൺസ്ക്രീനാണ്. ഇത് റെനയുടെ ഒരു പ്രോഡക്റ്റാണ്. ഒരു പോർ മിനിമൈസർ ആണ്. നമുക്കൊരു ബ്ലർ എഫക്റ്റ് തരും. ദെൻ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ സ്ഥിരം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫൗണ്ടേഷനാണ് ഇത്. വാങ്ങിയിട്ട് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്തൊരു ഫൗണ്ടേഷനാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ട്രാൻസ്ലൂസൻ്റ് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ നോക്കിയാൽ ഒട്ടും തന്നെ അത് സെറ്റ് ആവത്തില്ല കേട്ടോ. വിയർക്കുമ്പോൾ അത് പെരുപിരാന്ന് ഇങ്ങനെ ഇളകി വരുന്നതായിട്ടും നമുക്ക് തോന്നും. പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. വാങ്ങിയ സ്ഥിതിക്ക് ഇടാമെന്ന് ഓർത്തിട്ട് മാത്രം ഇടുന്നതാണ്. പൗഡർ വെച്ചൊന്ന് സെറ്റ് ചെയ്യാണ്. ഡെയിലി യൂസിന് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫൗണ്ടേഷനാണ്. പക്ഷേ എങ്കിൽ ഒരു മാരേജ് ഫംഗ്ഷൻ അതുപോലെയുള്ളൊരു സംഭവങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയതല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനുശേഷം ഞാൻ ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ തീർന്നിട്ടുള്ള ഒരു മസ്കാര ഉണ്ട്. അതിൽ കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് കോംബ് ചെയ്ത് എടുക്കുകയാണ്. എനിക്കാണെങ്കിൽ തീരെ ഐബ്രോസ് ഇല്ല കേട്ടോ. എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരണേ. ശേഷം മസ്കാര എടുത്തിട്ടുണ്ട്. ലാഷസ് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കുകയാണ്. ഒട്ടും ലാഷസും ഇല്ലാത്ത കൂട്ടത്തിലാണ് ഞാൻ. പിന്നെ ജസ്റ്റ് ഒന്ന് ഒരു ഐഷാഡോ വെച്ചിട്ട് ഒന്ന് ഷിമറി ഐഷാഡോ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം ചെറിയൊരു വാലിട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ വിങ്സ് വരച്ചു കൊടുക്കുമ്പോൾ ഒരു നോ മേക്കപ്പ് ലുക്ക് കിട്ടും കേട്ടോ. പിന്നെ എൻ്റെ ഒരു ചളക്കോപ്പുളുക്കോ മൂക്കാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കോണ്ടോർ ചെയ്യാമെന്ന് വിചാരിച്ചു. മൂക്കിൽ കുറച്ച് അടയാളങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അറിയാൻ പറ്റും. എന്നാലും ജസ്റ്റ് ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ആ മൂക്കിൻ്റെ ആ ടിപ്പും ഒരു ചീക്ക് ഏരിയയും ചിന്നേരിയയും ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഷിമറി ഹൈലൈറ്ററാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഈ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഉള്ളൊരു ആ ഒരു തിളക്കം വരാനുള്ള കാരണമെന്നാണ്. ഈ ഒരു ഷിമറി ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു തിളക്കം വരാനുള്ള ഒരു കാരണം കേട്ടോ. ലിപ്പിൻ്റെ ഷെയ്ഡ് ഞാൻ കമ്പൈൻ ചെയ്താണ് കേട്ടോ ഇട്ടത്. ഞാനൊരു ഡാർക്ക് ലിപ്സ്റ്റിക്ക് എടുത്തതിന് ശേഷം അതിലൊരു സുഡിയോന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ലിപ് ഗ്ലോസ്, ഒരു റോസി കളർ ലിപ് ഗ്ലോസും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടാണ് ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത്. പിന്നെ നമുക്കൊന്ന് പൊട്ടും കൂടി വെച്ച് കൊടുക്കാം. ഇനി ഒന്ന് ഹെയറും കൂടി സെറ്റ് ചെയ്യാം. ഹെയർ ഞാൻ ആദ്യം ഓപ്പൺ ഹെയർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. എന്നാലും ഞാൻ ചെറിയൊരു പിന്നവിടെ വെക്കും കേട്ടോ. അല്ലെങ്കിൽ എനിക്കൊരു സുഖം കിട്ടത്തില്ല. എന്നിട്ട് ഞാൻ സിന്ദൂരം ഒന്ന് തൊട്ട് കൊടുക്കുകയാണ്. ചെറിയൊരു സിന്ദൂരം ഇങ്ങനെ തൊട്ട് കൊടുക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. അതിനുശേഷം ഞാൻ കമ്മൽ വെക്കുന്നതാണ് കേട്ടോ. കമ്മൽ ഞാനൊരു കൊറിയൻ സ്റ്റൈൽ കമ്മലാണ് ഫസ്റ്റ് എടുത്തത്. പക്ഷേ അത് ഈ ഒരു ഡ്രസ്സിനോട് മാച്ചായി പോയില്ല. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഞാനൊരു ജുംക്ക കമ്മലാണ് എടുത്തത്. അതാണ് കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ ഈ ഒരു കോസ്റ്റ്യൂമിനോട് കൂടി. അപ്പോൾ ഇതെങ്ങനെയുണ്ട്? ശേഷം മുടി ഒന്ന് ഓപ്പൺ ആക്കി ഇടണം എന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു ബോബി പിൻ വെച്ച് എനിക്ക് അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു സുഖം കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊന്ന് സെറ്റ് ചെയ്തത്. ഇപ്പം എങ്ങനെയുണ്ട്? അപ്പോൾ നിങ്ങൾക്ക് ഈ ലുക്കൊന്ന് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ മുടിയൊക്കെ പിടിച്ച് ഫ്രണ്ടിലിട്ടില്ലെങ്കിൽ ഒരു സുഖം കിട്ടത്തില്ല. പിന്നെ ഈ വാച്ച് ഒന്ന് കെട്ടി കൊടുത്തു, ആ വളയും ഒന്നിട്ട് കൊടുത്തു. പിന്നെ ഈ ഡ്രസ്സിനോടൊപ്പം ഞാനൊരു ഷോള് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറായിട്ടുള്ള ഈ ഒരു ഷോള് പെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ ഷോളാണ് ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ട്? കുറച്ച് ഷോഫൊക്കെ കാണിച്ചിട്ട് ഞാൻ ഷോളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ലുക്ക്. നമ്മൾ ഹൽദിക്ക് പോയപ്പോൾ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അതിൻ്റെ ഒരു ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണിക്കാൻ കിട്ടും. സോ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.